നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഒരു യൂട്യൂബറെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഒരു ട്രാവൽ യൂട്യൂബറാണ്. ഹിച്ച് ഹൈക്ക് നോമാഡ് എന്ന പേരിൽ വീഡിയോകൾ ചെയ്യുന്ന മാഹീൻ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയായ യൂട്യൂബർ. ഇദ്ദേഹം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതിനോടകം സന്ദർശിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ഇസ്രായേലിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ചില പ്രസ്താവനകളിലൂടെയെല്ലാം ശ്രദ്ധേയനായ അല്ലെങ്കിൽ ചർച്ചയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. യാത്രകൾ രാഷ്ട്രീയമാണ് എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ, അതായത് അമേരിക്ക പോയി കഴിഞ്ഞ് നാറ്റോ പിൻവാങ്ങിക്കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ, അതായത് താലിബാൻ ഭരണമുള്ള അഫ്ഗാനിസ്ഥാനിൽ സഞ്ചരിച്ച ഒരു യൂട്യൂബറാണ്. അവിടെ നിന്നുള്ള അദ്ദേഹത്തിന്റെ വീഡിയോകൾക്കെല്ലാം തന്നെ വലിയ കാഴ്ചക്കാർ ലഭിക്കുകയും അത് സംബന്ധിച്ച് പക്ഷം തിരിഞ്ഞ് ഉള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നിലവിലെ കാര്യത്തിലേക്ക് വരാം. ഇദ്ദേഹം ഇസ്രായേലിലേക്ക് പോയി 2-3 വീഡിയോകൾക്ക് അപ്പുറത്തേക്ക് വീഡിയോകൾ അദ്ദേഹം ചെയ്തിട്ടില്ല. ഇതിന് പകരം അദ്ദേഹത്തിന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം ചെയ്ത ചില വീഡിയോയിലെ പ്രയോഗങ്ങളെ കുറിച്ചും എല്ലാം. എന്തായാലും യാത്ര രാഷ്ട്രീയമാണ് എന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു വ്യക്തി ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെയുള്ള വീഡിയോകളാണ് ഇനി ഏത് പക്ഷം ചേർന്നുള്ള രാഷ്ട്രീയമായാലും ആളുകൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. എന്നാൽ മഹീൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിനവിടെ വലിയ ഒരു എയർപോർട്ടിൽ വെച്ച് വലിയൊരു ചെക്കിംഗ് നേരിടേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം വളരെ സമയമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വസ്തുവകകൾ പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവിടെയുള്ള അവരുടെ സെക്യൂരിറ്റി രീതികളെ കുറിച്ചും എല്ലാം തന്നെ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ട്രാവൽ ഹിസ്റ്ററിയുള്ള ഒരു പാസ്പോർട്ടുമായി ഒരു വ്യക്തി അവിടെ ഇസ്രായേലിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ യുദ്ധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വിപുലമായ പരിശോധന ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. ചില ഇസ്രായേലി മലയാളികൾ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ അക്കാര്യങ്ങൾ അവരെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അദ്ദേഹം അത് വലിയൊരു പ്രശ്നമായി അവതരിപ്പിക്കുന്നു. എന്നാലും അവർ അദ്ദേഹത്തിന് അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകുന്നു. അങ്ങനെ ഇസ്രായേലിലെത്തുന്നു. അവിടെ അദ്ദേഹം നിരവധി ഇസ്രായേലി വ്യക്തികളെയൊക്കെ കാണിക്കുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര സംഭാഷണങ്ങളൊന്നും തന്നെ കേൾപ്പിക്കുന്നില്ല. അവിടെ ടെല്ലവീവിൽ തന്നെ യാഥാസ്ഥിതിക ജൂതന്മാർ കുറവാണ്, അവർ അവിടെ ഉള്ളവർ എത്തിസ്റ്റുകളാണ് എന്നുള്ള ചില സൂചനകളൊക്കെ മാഹീൻ തന്നെ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു ജൂത അറബ് കോൺഫ്ലിക്റ്റ് എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെടുന്നതായി നമുക്ക് വീഡിയോകളിൽ കാണാം. അവിടെ കഴിഞ്ഞ ഒക്ടോബർ, അതിനു മുന്നത്തെ ഒക്ടോബർ 7 ആക്രമണത്തിൽ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളെല്ലാം തന്നെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തെരുവുകളിലെല്ലാം. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതുവരെയായും സാധിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ അവിടെ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ രാഷ്ട്രീയപരമായി തന്നെ മാഹീന്റെ ഭാഷയിൽ ഇറങ്ങിച്ചെല്ലാതെ ഇവിടെ ജൂത ചേരികളിലെ അറബ് വിരുദ്ധത എന്നൊക്കെയാണ് അതിനെ പറഞ്ഞു പോകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ജൂത കൾച്ചർ അല്ലെങ്കിൽ ജൂതരുടെ നീണ്ട കാലത്തെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ വിശദീകരിക്കുന്ന ഒരു വീഡിയോയുടെ തമ്പനിയിൽ അല്ലെങ്കിൽ അതിന്റെ തലക്കെട്ട് തന്നെ ജൂത ജട്ടികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടൊക്കെയാണ് അദ്ദേഹം നൽകുന്നത്. അവിടെ ഒരു പരിഹസിക്കുക എന്നതിനപ്പുറത്ത് രാഷ്ട്രീയപരമായി എന്താണ് അദ്ദേഹം ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം യാത്രികർക്കൊക്കെ ഈ മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കൾക്കൊക്കെ അവിടെ വേറെ അനുഭവമായിരുന്നു, ഇദ്ദേഹത്തിന് മറ്റൊരു അനുഭവമാണ് എന്നൊക്കെ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് വീഡിയോയിൽ. ആ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതും അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. എന്തായാലും പൊളിറ്റിക്കലായുള്ള അദ്ദേഹം ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ഒരു യാത്രയാണെങ്കിൽ അവിടെ നിന്നും കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട്.
എന്നാൽ അദ്ദേഹം ഒരു പരിഹാസത്തിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇറാൻ അഫ്ഗാൻ യാത്രകളിലൊക്കെ തന്നെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ സ്ത്രീകളെ തെരുവിൽ പോലും ഇറങ്ങാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കാടൻ നിയമങ്ങൾ, അവിടെ ഹിജാബ് പോലുള്ള മുഖം മറക്കുന്ന വസ്ത്രങ്ങൾ നിർബന്ധമാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇത്തരം നിരവധി വിഷയങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ടും അതുപോലെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടുമെല്ലാം ഉണ്ട്. ഇതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലും കൃത്യമായി പരാമർശിക്കുകയോ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നതായോ കാണുന്നില്ല. എന്ന് മാത്രമല്ല, താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ അവരുടെ പരമാധികാരത്തെ ബഹുമാനിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തതായി കാണുന്നത്. എന്തായാലും പക്ഷം പിടിക്കുക എന്നുള്ളത് ഇങ്ങനെ നിഷ്പക്ഷനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾക്ക് ഉചിതമായ കാര്യമല്ല. എന്തായാലും നിലവിൽ അവിടെ എന്താണ് സംഭവിച്ചത്, അതിനുശേഷം മറ്റെന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്നുള്ളതും നമുക്കറിയില്ല. അത് അദ്ദേഹം തന്നെ ഒരു വീഡിയോയിലൂടെ വിശദമാക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.